ഹൗസ് ഓഫ് ഡേവിഡ് എന്ന വെബ് സീരീസിൽ സാമുവൽ പ്രവാചകനോട് ദൈവം പറയുന്നു, സാവൂളിനെ ഞാൻ തിരസ്കരിച്ചു, നീ പുതിയൊരാളെ വാഴിക്കണം. ഒരു രാത്രി മുഴുവൻ സാമുവൽ പ്രവാചകൻ മലമുകളിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പിറ്റേ ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ പറയും, എന്താണ് ഈ മുടിയെ കാണിച്ചു വെച്ചിരിക്കുന്നത്, നിങ്ങളവിടെ ഇരുന്നേ, ഞാൻ മുടിയൊക്കെ ഒന്ന് വാരിത്തരാം. അങ്ങനെ പ്രവാചകൻ്റെ മുടി ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ചോദിക്കും, നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചോ? ദൈവം ചോദിച്ച ഏത് കാര്യമാണ് നിങ്ങൾ ഇത്രയും വേദനിപ്പിക്കുന്നത്? നീ എന്തിനാ സാവൂളിന് വേണ്ടി കരയുന്നത്? ഞാൻ മറ്റൊരാളെ തിരഞ്ഞെടുത്തില്ലേ? ദൈവം എന്നോട് രാജദ്രോഹ കുറ്റം ചെയ്യാനാണ് പറയുന്നത്. ഒരു രാജാവ് ഇരിക്കുമ്പോൾ വേറൊരാളെ വാഴിക്കാൻ. ഇപ്പോൾ ഭാര്യ ചിരിക്കും, like what? അല്ല, ഇറ്റ്സ് ജസ്റ്റ് ഫണ്ണി. ആ മോസ്റ്റ് ഹൈ ഇസ് ഫണ്ണി. ഇപ്പോൾ പ്രവാചകൻ പറയും, നിനക്ക് തമാശയാണ്, സാവൂൾ എന്നെ കൊല്ലും. ട്രീസൺ. ചതി ആർക്കെതിരെയാണ്? നിങ്ങളുടെ ശരീരത്തിലേക്ക് വീശുന്ന കാറ്റ് നിങ്ങളെ തണുപ്പിക്കുന്നു, പക്ഷെ രാജാവിനെ തണുപ്പിക്കുന്നില്ല. അപ്പോൾ കാറ്റ് രാജദ്രോഹിയാണോ? നമ്മുടെ രാജാവിനേക്കാൾ ഉയരത്തിൽ മലകൾ നിൽക്കുന്നു, അപ്പോൾ മലകൾ രാജദ്രോഹിയാണോ? മനുഷ്യർക്കാണ് സ്വാഡ്, ക്രൗൺ, ട്രീസൺ എന്ന വാക്കുകൾ കൊണ്ട് കളിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ദൈവം ഈ വാക്കുകളിലേക്ക് ജീവൻ കൊണ്ടുവരുന്നു. ആൻഡ് ഈസ് ദ ഗ്രേറ്റ് ഓഥർ ഓഫ് ദിസ് സ്റ്റോറി. ദൈവമാണ് ഈ കഥയുടെ ഓഥർ. ലെറ്റ് ഹിം റൈറ്റ് ഇറ്റ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കാനും നിങ്ങളുടെ ഫലം നിലനിൽക്കാനുമാണ് ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ഈ ലൈഫ് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ദൈവമാണ് ഇതിൻ്റെ ഓഥർ. ദൈവം എഴുതട്ടെ എന്നേ.